നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. VK വാസു സ്മാരക CPI അന്തിക്കാട് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർവഹിച്ചു. തൃപ്രയാർ ടെമ്പിൾ റോഡിൽ പൊടിശല്യം, വ്യാപാരികൾ റോഡിൽ വെള്ളം സ്പ്രേ ചെയ്ത് പ്രതിരോധിക്കാനിറങ്ങി. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠാദിന മഹോത്സവങ്ങൾ. വാർത്തകൾ വിശദമായി. പുതിയതായി നിർമ്മിച്ച VK വാസു സ്മാരക CPI അന്തിക്കാട് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർവഹിച്ചു. കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിനെപ്പറ്റി തികഞ്ഞ ബോധ്യമുണ്ട്. ആ ചോദ്യം തെറ്റല്ല, ആ ചോദ്യം ശരിയാണ്. പ്രസ്ഥാനത്തിൻ്റെ ബന്ധുക്കൾ ആ ചോദ്യം ഉന്നയിക്കുമ്പോഴെല്ലാം പറയുന്നുണ്ട്, നിങ്ങൾക്കൊന്നായി കൂടെയെന്ന്, ഒന്നിച്ചു പോയി കൂടെയെന്ന് പലരും ചോദിക്കുന്നുണ്ട്. CPIക്ക് എന്താ മറുപടി പറയാനുള്ളത്? CPIയുടെ മറുപടി വ്യക്തമാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒന്നാകാൻ കഴിഞ്ഞാൽ അതാണ് ശരി. അത് പറയുമ്പോൾ നാളെ ഒന്നാകുന്ന വ്യാപകം CPIക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ കമ്മ്യൂണിസ്റ്റ് ഐക്യമുണ്ടാകാൻ കാത്തിരിക്കുന്ന പാർട്ടിയാണ് CPI. അത് അടിയന്തരമായി ഉണ്ടാകുമെന്ന് വാശി പിടിക്കുന്ന ഒരു പാർട്ടിയുമല്ല CPI. പക്ഷെ കാലം അത് ആവശ്യപ്പെടുന്നു. മാർക്സിസം സത്യമാണെങ്കിൽ ആ സത്യത്തിൻ്റെ എല്ലാ വഴികളും നാം കെട്ടിപ്പിടിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ വൈകിപ്പോയ ഈ കമ്മ്യൂണിസ്റ്റ് ഐക്യം ഇന്ത്യയിലെ യാഥാർത്ഥ്യമായി തീരൂ. അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ മിത്രങ്ങൾക്ക്, ഇതാണ് എല്ലാം എന്ന് ചിന്തിക്കുന്നവർക്ക് ഉണ്ടാകാൻ ഇടയുള്ള നിരാശ വെറുതായിരിക്കുമെന്ന് CPIക്കും CPMനും ബോധ്യമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആ വഴിക്കും ചിന്തിക്കാൻ കാലമായി എന്ന് ഈ അന്തിക്കാടിൻ്റെ മണ്ണിൽ വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പടിയം വില്ലേജ് ഓഫീസിന് സമീപം പാർട്ടി സ്വന്തമായി വാങ്ങിയ 4.5 സെന്റ് സ്ഥലത്ത് 22 ലക്ഷം രൂപ ചെലവഴിച്ച് 2 നിലകളിലായി 1200 ചതുരശ്ര അടിയിലാണ് ഓഫീസ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. VK ദാമോദരൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം, റവന്യൂ മന്ത്രി K രാജനും VR മദനൻ ജനസേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം CPI ദേശീയ കൗൺസിൽ അംഗം KP രാജേന്ദ്രനും നിർവഹിച്ചു. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചവരെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ ചടങ്ങിൽ ആദരിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, MLA മാരായ CC മുകുന്ദൻ, P ബാലചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സംഗീത സംവിധായകൻ വിദ്യാധരൻ, CPIM പടിയം ലോക്കൽ സെക്രട്ടറി TI ചാക്കോ, CPIM അന്തിക്കാട് ലോക്കൽ സെക്രട്ടറി AV ശ്രീവത്സൻ, CPI സംസ്ഥാന ജില്ലാ നേതാക്കളായ ഷീല വിജയകുമാർ, KP സന്ദീപ്, ഷീന പറയങ്ങാട്ടിൽ, രാകേഷ് കണിയമ്പറമ്പിൽ, PK കൃഷ്ണൻ, NK സുബ്രഹ്മണ്യൻ, VR മുരളീധരൻ, VR മനോജ്, PV അശോകൻ, KV വിനോദൻ, KK രാജേന്ദ്ര ബാബു, M സ്വർണലത, TK മാധവൻ, KM ജയദേവൻ, KM കിഷോർ കുമാർ, KK പ്രദീപ് കുമാർ, CK കൃഷ്ണകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജീന നന്ദൻ, ശുഭ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. KSTA പ്രഥമ ജനറൽ സെക്രട്ടറി K ബാലകൃഷ്ണൻ നമ്പ്യാരെ KSTA വലപ്പാട് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം KSTA മുൻ സംസ്ഥാന ട്രഷറർ TV മദനമോഹൻ ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗവൺമെന്റ് VHS സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഉപജില്ലാ പ്രസിഡന്റ് NK സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. KSTA മുൻകാല നേതാക്കളായ രാമകൃഷ്ണ മാസ്റ്റർ, KN വിമല, V കല, CK ബേബി, KTD കിരൺ, ചിദംബരം മാസ്റ്റർ, മധു മാസ്റ്റർ, MG ജയ, TR ശശികല, TN അജയകുമാർ, P രമേശൻ, KSTA ജില്ലാ ട്രഷറർ ബിനോയ് T മോഹൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് TV വിനോദിനി, PB സജീവ്, ഉപജില്ലാ സെക്രട്ടറി TV വിനോദ്, ട്രഷറർ KV സുദർശിനി എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS അരങ്ങ് അറ്റ് 2024 അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവം കലാമേള തളിക്കുളം വികാസ് ട്രസ്റ്റ് ഓഡിറ്റോറിയത്തിൽ നടന്നു.
CDS ചെയർപേഴ്സൺ മീന രമണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത PI, വൈസ് പ്രസിഡന്റ് അനിത ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, വാർഡ് മെമ്പർമാർ, CDS വൈസ് ചെയർപേഴ്സൺ ലൈല ഉദയകുമാർ, CDS ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മെച്ചപ്പെട്ട രീതിയിൽ ഇവിടുത്തെ കുടുംബശ്രീ യൂണിറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ സ്വയം ഒന്ന് നോക്കണം. ഏകദേശം തളിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ 16 വാർഡുകളിലായി 270 കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുണ്ട്. അയൽക്കൂട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ വാർഡിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ 1 മുതൽ 20 വരെ അംഗങ്ങൾ വരുമ്പോൾ ഒരു വാർഡിൽ 20 മുതൽ 25 വരെ കുടുംബശ്രീ യൂണിറ്റുകൾ വരുമ്പോൾ 16 വാർഡുകളിലായി 270-ലധികം കുടുംബശ്രീ കൂട്ടായ്മയുണ്ട്, യൂണിറ്റുകളുണ്ട്. ദേശീയപാത മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന തൃപ്രയാർ ടെമ്പിൾ റോഡിൽ പൊടിശല്യം രൂക്ഷമായതിനാൽ വ്യാപാരികൾ തന്നെ റോഡിൽ വെള്ളം സ്പ്രേ ചെയ്ത് പൊടിയെ പ്രതിരോധിക്കാനിറങ്ങി. ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ നിർമ്മാണ കമ്പനികൾ തന്നെയാണ് പൊടിശല്യം ഇല്ലാതാക്കുന്നതിന് വെള്ളം സ്പ്രേ ചെയ്യിക്കേണ്ടത്. എന്നാൽ ഇവിടെ പലതവണ പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഇല്ലാത്തതിനെ തുടർന്നാണ് വ്യാപാരികൾ പ്രതിരോധ നടപടികളുമായി ഇറങ്ങിയത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നിർമ്മാണ പ്രവൃത്തികൾ അവസാനിക്കുന്നതുവരെ റോഡിലെ പൊടി കടകളിലേക്ക് അടിച്ചു കയറാതിരിക്കുന്നതിന് വേണ്ടി സ്ഥിരമായി റോഡിൽ വെള്ളം സ്പ്രേ ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന് നാട്ടിക തൃപ്രയാർ മർച്ചന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. തൃപ്രയാർ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നത് കാരണം വ്യാപാരികളാകെ പ്രതിസന്ധിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 മാസത്തോളമായി പൊടിശല്യം കാരണം വ്യാപാരികൾ അവരുടെ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോണ്ട അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു സ്ഥാപനമായാലും അവരുടെ സാധനങ്ങൾ പുറത്ത് ഡിസ്പ്ലേ ചെയ്യാനോ മറ്റു സാഹചര്യങ്ങളൊന്നുമില്ല. കാരണം ഇപ്പോൾ സ്കൂൾ സീസൺ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ബാഗുകളായാലും കുടകളായാലും മറ്റ് ഏത് സ്ഥാപനങ്ങളായാലും സ്റ്റേഷനറി കടകളായാലും അവരുടെ സാധനങ്ങൾ പുറത്തിറക്കി വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ 1-2 മാസങ്ങളായി നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് പൊടിശല്യം വളരെയേറെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഹൈവേക്കാരോട് പറഞ്ഞിട്ടും അതിനൊരു പ്രതിവിധി അവരിന്ന് വരെ കണ്ടിട്ടില്ല. വളരെയേറെ ശോചനീയാവസ്ഥയിലേക്കാണ് വ്യാപാരികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. തളിക്കുളം ഒഴുക്കാന്തോട് ശുചീകരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ AI മുഹമ്മദ് മുജീബ് മഴക്കാല രോഗപ്രതിരോധം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. വാർഡ് തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റി കൺവീനർ കാവ്യ PS, ആശാ വർക്കർ സുബിത സുബിൽ, രാമചന്ദ്രൻ കൊളയംപറമ്പത്ത്, രാമചന്ദ്രൻ കോലഞ്ചേരി, സജീവൻ KA, സദാനന്ദൻ PK, സോമൻ KS, സോമൻ TM, ബാലൻ TK, ഷഫീഖ് KM എന്നിവർ നേതൃത്വം നൽകി. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തളിക്കുളം BRCയുടെ നേതൃത്വത്തിൽ അവധിക്കാല LP തല അധ്യാപക ശാക്തീകരണ പരിപാടി തളിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത PI ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം BRC DPC സിന്ധു KH, വലപ്പാട് AEO MA മറിയം മുഖ്യാതിഥികളായി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഉപജില്ലാ പ്രസിഡന്റ് NK സുരേഷ് കുമാർ, വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ സമിതിയുടെ വൈസ് പ്രസിഡന്റ് AA ജാഫർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ആശ MA, പ്രധാന അധ്യാപിക ഫാത്തിമ KV എന്നിവർ സംസാരിച്ചു. 1, 2, 3, 4 LP അറബിക് ക്ലാസുകളിലെ അധ്യാപകർക്കുള്ള പരിശീലനം മെയ് 14 മുതൽ 18 വരെ നടക്കും. ഒരു വിദ്യാഭ്യാസ നേട്ടമാണ് നമുക്ക് കൈവരിച്ചിട്ടുള്ളത്. നമ്മളെപ്പോഴും 1ാം സ്ഥാനത്താണ് കേരളം. ആ കേരളം 1ാം സ്ഥാനത്ത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ചടങ്ങിൽ പറയുന്നില്ല. ഒരു കരുത്തുറ്റ സർക്കാർ, അത് ഏത് സർക്കാരാണ്, കൃത്യമായി വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടലുകൾ നടത്തുന്നത് വലിയ മാറ്റം ഏത് മേഖലയ്ക്കകത്തും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നൊക്കെ ശ്രദ്ധ പറഞ്ഞു. ഇത് പഴയ ആ സ്റ്റാഫ് റൂം തൊട്ടപ്പുറത്ത് അവിടെ നിന്നോട്ട് പഴയ തളിക്കുളം സ്കൂളിന്റെ ഒരു പഴയ കെട്ടിടമായിരുന്നു. ഈ തളിക്കുളം സ്കൂളിന്റെ കെട്ടിടങ്ങളൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഒരു പരിധി വരെ ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങളായിരുന്നു. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്കായി ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഫോക്കസ് പോയിന്റ് എന്ന പ്രോഗ്രാം നടത്തി.
കരിയർ ഗൈഡൻസ് ക്ലാസ് PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ ഫാൻസി ടീച്ചർ ഹയർ സെക്കൻഡറിയിലെ വിവിധതരം കോഴ്സുകളെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും ജോലി സാധ്യതകളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. പ്രിൻസിപ്പൽ OV സാജു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് ബീന ടി രാജൻ, MPTA പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ഒരുപാട് കാലങ്ങളായിട്ട് നമുക്ക് നല്ല വിജയങ്ങളുണ്ടെങ്കിലും അതിലൊക്കെ കവിഞ്ഞുകൊണ്ട് വളരെ വളരെ നല്ലൊരു വിജയമാണ് ഈ വർഷം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് നിങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. കൂടാതെ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ളത് നല്ലൊരു കാലഘട്ടമാണ് നമ്മുടെ കഴിഞ്ഞിട്ടുള്ളത്. 10ാം ക്ലാസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ടെൻഷൻ കാലം തന്നെയാണ്. ഓരോ വീട്ടിലും രക്ഷിതാക്കൾ എപ്പോഴും പറയാം പത്തിലാണ് സൂക്ഷിക്കണം, പഠിക്കണം. അധ്യാപകരായിട്ട് എന്താണ് പറയുന്നത്, ഫുൾ ടൈം പഠിപ്പ് അല്ലേ? എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു. ഇപ്പം അതൊക്കെ മാറി നല്ലൊരു റിസൾട്ട് കിട്ടി. ഇനി വേറൊരു മേഖലയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്, +2 തലം. ഇവിടെ നിന്ന് നിങ്ങളുടെ ജീവിത നിലവാരത്തിനെയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. VR Lab is a 360-degree virtual lab for understanding different science topics in an easy way. This is the new way which is efficient in teaching and efficient in understanding. Magid FM helps our students in public speaking and media technology. It not only makes the students confident but also exposes them to the vital elements of sound and video engineering. Much like mathematics, code is a universal language. It is the same across the world and does not need to be translated. Coding is a way of thinking about problem solving. Manappuram Geeta Ravi Public School. The joy of learning. ചേട്ടൻ എവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു, മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും എന്തോന്നു സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകളിലേക്ക്. നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ കീഴിലുള്ള നാട്ടിക ബീച്ച് നാഗയക്ഷി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, കലശാഭിഷേകം, ഉച്ചപൂജ, ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, വൈകിട്ട് സർപ്പബലി, ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല എന്നിവ നടന്നു. പാതിരാക്കുന്നത്ത് മനയ്ക്കൽ ബ്രഹ്മശ്രീ രുദ്രൻ തിരുമേനി മുഖ്യ കാർമ്മികനായി. ദേവസ്വം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ആലപ്പാട് കുണ്ടോളി ശ്രീ മുത്തപ്പൻ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും കളമെഴുത്ത് പാട്ടും ആഘോഷിച്ചു. തിങ്കളാഴ്ച രാവിലെ നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹവനം, ഉച്ചപൂജ, പഞ്ചഗവ്യം, ശുദ്ധി, കലശാഭിഷേകങ്ങൾ, ഉപദേവന്മാർക്ക് കലശാഭിഷേകങ്ങൾ, വീരഭദ്രസ്വാമിക്ക് കളം, ഉച്ചപൂജ, തുടർന്ന് പ്രസാദകൂട്ട് എന്നിവ നടന്നു. ഉച്ചയ്ക്ക് കരിങ്കുട്ടി സ്വാമിക്ക് കളം, വൈകിട്ട് നാഗക്കളം, ദീപാരാധന, അത്താഴപൂജ, രാത്രി എഴുന്നള്ളിപ്പ്, ദേവിക്ക് കളമെഴുത്ത് പാട്ട്, ഗുരുതി എന്നിവയും നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് ഷാജു കൊണ്ടുവള്ളി, ഗോപു കൊണ്ടുവള്ളി എന്നിവർ നേതൃത്വം നൽകി.
വാടാനപ്പള്ളി ഗണേശമംഗലം വെസ്റ്റ് കുന്നത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും തോറ്റമ്പാട്ട് മഹോത്സവവും ആരംഭിച്ചു. തിങ്കളാഴ്ച ഉഷസ്സിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. രാവിലെ വീരഭദ്രസ്വാമി, മൂത്ത കൈമൾ സ്വാമി ദേവതകൾക്ക് കളമ്പാട്ട്, ഉച്ചയ്ക്ക് ശേഷം ഹനുമാൻ സ്വാമിക്ക് രൂപക്കളവും, തുടർന്ന് പ്രസാദശുദ്ധി, ദീപാരാധന, അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളവും നടന്നു. പൂജാ ചടങ്ങുകൾക്ക് കോണോത്തുകുന്ന് ഗുരുപദം ആചാര്യന്മാർ കാർമ്മികത്വം വഹിച്ചു. കളമെഴുത്തുപാട്ടിന് പി കെ ബാലൻ പെരിങ്ങോട്ടുകര നേതൃത്വം നൽകി. ക്ഷേത്രം ശാന്തി കെ എ വിശ്വനാഥൻ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വാസുദേവൻ കുന്നത്ത്, സെക്രട്ടറി കെ എ രാഹുലൻ, ട്രഷറർ കെ ജി സോമശേഖരൻ, കമ്മിറ്റി അംഗങ്ങളായ കെ എം രമേശ്, കെ എ ഗോപിനാഥൻ, കെ എം സോമസുന്ദരൻ കുന്നത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക 9ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC മുൻ മെമ്പർ കൂടിയായ ശിവൻ കണ്ണോളി അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് അംബിക രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, KSU ജില്ലാ സെക്രട്ടറി MV വൈഭവ്, ഷരീഫ് പാണ്ഡികശാല എന്നിവർ സംസാരിച്ചു. കുറേ വർഷങ്ങൾക്ക് ശേഷം 4, 5, 10 കൊല്ലങ്ങൾക്ക് ശേഷം, അതായത് 4ാം ക്ലാസ്, 7ാം ക്ലാസ്, 10ാം ക്ലാസ് ഇങ്ങനെ നമ്മൾ കൊടുത്തിരുന്നതാണ്. ഇതിൽ പലരും എൻജിനീയറിങ്ങും അതുപോലെ തന്നെ ഡോക്ടറും നല്ല അന്നങ്ങനെ പറയുമ്പോൾ ഡോക്ടർ എൻജിനീയറാണ് ഏറ്റവും മുമ്പിലുള്ള. ഇപ്പോൾ അതല്ല, അതിൻ്റെ വേറെ പലതും ഉണ്ട്. ഇതിൽ പഠിച്ചു വരുന്ന ഒറ്റപ്പെട്ട കക്ഷികൾ പാസ്സായവർ അവിടെ അവരുടെ പാരൻസ് നമുക്ക് അടുപ്പുള്ളവരുണ്ട്. അവരെന്നോട് പറയാറുണ്ട്, അന്ന് ശിവേട്ടൻ മുമ്പിൽ നിന്ന് തുടങ്ങി വെച്ച ഈ പരിപാടി മറ്റുള്ള മക്കൾക്ക്, എൻ്റെ മക്കളുടെ പോലെയുള്ളവർക്ക് ഏറ്റവും വലിയ പ്രചോദനമായിരുന്നു. അവർക്ക് പഠിപ്പിന് ആവേശം കൂട്ടുവാൻ ഏറ്റവും വലിയ സംരംഭമായിരുന്നു അന്ന് കാണിച്ച് എന്നുള്ളതാണ് അതിൽ നിന്ന് കിട്ടിയത്. പുതുതായി ആരംഭിക്കുന്ന ലയൺസ് ക്ലബ്ബ് ഓഫ് തൃപ്രയാർ ടെമ്പിൾ സിറ്റിയുടെ ഉദ്ഘാടനം മെയ് 16 വ്യാഴാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തളിക്കുളം ലയൺസ് ക്ലബ്ബിലുണ്ടായിരുന്ന വലപ്പാട് പ്രദേശത്തുള്ളവരുടെ നേതൃത്വത്തിലാണ് ലയൺസ് ക്ലബ്ബ് തൃപ്രയാർ ടെമ്പിൾ സിറ്റി എന്ന പേരിൽ പുതിയ ക്ലബ്ബ് രൂപീകരിച്ചത്. വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്ക് ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനൂക്കാരൻ ക്ലബിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. MCC സുഷമ നന്ദകുമാർ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ഫെസ്റ്റ് VDG ജെയിംസ് വളപ്പില ഇൻറ്റൻഷൻ നടത്തും. നിരവധി സേവന പ്രവർത്തനങ്ങളും ചികിത്സാ സഹായ വിതരണവും ചടങ്ങിൽ നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ക്ലബ് പ്രസിഡന്റ് RIM സക്കറിയ, സെക്രട്ടറി ഷാജി ചാലിശ്ശേരി, ജോസ് താടിക്കാരൻ, ബാബു കുന്നുങ്ങൽ, രാധാകൃഷ്ണൻ പാതാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഞങ്ങളുടെ മറ്റൊരു ക്ലബിൽ ഉണ്ടായിരുന്ന കുറേ വലപ്പാട്ടുകാരായ ലയൺ മെമ്പേഴ്സിനെ പുതിയൊരു ക്ലബ്ബ് ഉണ്ടാക്കുന്ന പോലെ തന്നെ പുതിയ കുറേ മെമ്പേഴ്സിനെ കൂടി ചേർത്തുകൊണ്ടാണ് ഈ ക്ലബ്ബ് നിലവിൽ വരുന്നത്. വലപ്പാട് മുത്തങ്ങാടി റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം നടന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ഫ്രാൻസിസ് വാഴപ്പള്ളി അധ്യക്ഷനായി.
വാർഡ് മെമ്പർ CG സുരേഷ് മുഖ്യ അതിഥിയായിരുന്നു. സുനിൽ ദത്ത് തണ്ടാശ്ശേരി, സീന ചന്ദ്രൻ, MG ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC, +2, CBSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നമുക്കറിയാം, നമുക്ക് നേരിടേണ്ടി വന്നത് കോവിഡ് എന്ന മഹാമാരിയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ വന്ന ഒരു നിമിഷത്തിൽ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ സിജി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. കോവിഡ് കാലഘട്ടങ്ങളിലെല്ലാം നമ്മുടെ ഈ അസോസിയേഷന്റെ പ്രവർത്തനമെല്ലാം നല്ല രീതിയിൽ തന്നെ RRT പ്രവർത്തകരും അതുപോലെ തന്നെ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും രോഗികളെ ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ടും അതുപോലെ തന്നെ ചാഴൂർ ദുബായ് റോഡിൽ താമസിക്കുന്ന കുഞ്ചു മകൻ ശ്രീനിവാസൻ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വടൂക്കര ശ്മശാനത്തിൽ വെച്ച് നടക്കും. ശ്രീജിത്ത്, ശ്രുതി എന്നിവർ മക്കളും നിമ്യ, നിതീഷ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. VK വാസു സ്മാരക CPI അന്തിക്കാട് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർവഹിച്ചു. തൃപ്രയാർ ടെമ്പിൾ റോഡിൽ പൊടിശല്യം. വ്യാപാരികൾ റോഡിൽ വെള്ളം സ്പ്രേ ചെയ്ത് പ്രതിരോധിക്കാനിറങ്ങി. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠാദിന മഹോത്സവങ്ങൾ. ഒരു കൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.